ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി വീക്കെൻഡ്, ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് ന്യൂസുകളാണ്. അപ്പോൾ ഇനി സ്പ്ലിറ്റ് തരാനായിട്ട് പോകുന്ന സ്റ്റോക്കിൽ, ബോണസ് തരാൻ പോകുന്ന സ്റ്റോക്കിൽ, ഇനി നല്ല ബ്രേക്ക്ഔട്ട് ന്യൂസ് ബേസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് എന്ന ഒരു സ്റ്റോക്കാണ്. അതായത് 3 ഇയേഴ്സിനുള്ളിൽ 1 lakh 40 lakhs ആയ ഷോർട്ടർ പീരീഡിനുള്ളിൽ തന്നെ നല്ല ഒരു റിട്ടേൺസ് തന്ന ഒരു ഗ്രീൻ സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ മഫിൻ ഗ്രീൻ ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കാണ്. സോ ഫിനാൻസ് സെക്ടറിൽ 8th പ്ലേസിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. 146 റുപ്പീസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് പറഞ്ഞാൽ 235 മൾട്ടി ബാഗർ റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. സോ 1 lakh ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 3 ഇയേഴ്സിൽ 4 lakhs കിട്ടിക്കണം. അപ്പം അത്രയും നല്ല റിട്ടേൺസ് വന്ന ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവരുടെ സെയിൽസ് ഈ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇയറിനെക്കാളും 221% ഉയർന്നിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് 296% ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റും ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ഉയർന്നിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2000 crores ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് വന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് ഇനിയും ഈ ഒരു സ്റ്റോക്കിൽ, കാരണം ഇവരുടെ വോളിയം നല്ല ഇൻക്രീസ് ആകുന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് ഇനിയും ഉയരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, വാല്യുവേഷൻ നമുക്ക് നോക്കിയാൽ ഈ ഒരു സ്റ്റോക്ക് PE 178 വിച്ച് ഇസ് ഹയർ ദാൻ കറണ്ട് പ്രൈസ്. ദെൻ ഫേസ് വാല്യൂ 1, സെയിൽസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഗ്രോയിങ് ആയിട്ടുണ്ട്. റിസർവ്സും ഒക്കെ ഒരുവിധം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് മഫിൻ ഗ്രീൻസ് ഫിനാൻസ്. ഈ ഒരു സ്റ്റോക്കാണ് നല്ല ഒരു ഷോർട്ടർ പീരീഡിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് 4000% ഗെയിൻ തന്നിരിക്കുന്നു. സോ 1 lakh 40 lakhs ആക്കി മാറ്റിയ ആ ഒരു സ്റ്റോക്ക്. ഇനി നാളെ ഒരു മൈക്രോ ക്യാപ്പിൽ വരുന്ന ഒരു സ്റ്റോക്ക് ബോണസ് നൽകാനായിട്ട് പോകും. സോ ആ ഒരു ബോണസിന് വേണ്ടി ആ ഒരു സ്റ്റോക്ക് മേടിക്കാമോ ഇല്ലയോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. സോ അതിന് മുന്നേ മേടിച്ചാലേ അതിന് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. ബട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ലേറ്റായി. അപ്പോൾ എന്നാലും ഞാൻ ആ ഒരു സ്റ്റോക്ക് പറയുന്നുണ്ട്. കൃത്തിക വയർസ് ആണ്. ഇതൊരു മൈക്രോ ക്യാപ് സ്റ്റോക്കാണ്. സോ ഇവർ 2022 ഫേസ് വാല്യൂ 10 റുപ്പീസിൽ നിന്ന് 2 rupees സ്പ്ലിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. അതുമാത്രമല്ല ഇവർ ഡിവിഡൻറ്റും 2022 കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ബോണസ് നൽകാനായിട്ട് പോകുന്നു. അപ്പോൾ 28 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്കിന് 2 സ്റ്റോക്ക്, അതായത് മൊത്തം നമുക്ക് 3 സ്റ്റോക്ക് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 29 റുപ്പീസ് കൊടുക്കുമ്പോഴത്തേക്ക് 3 സ്റ്റോക്ക് കിട്ടും. ആഫ്റ്റർ ദി ബോണസ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9.50 ആയിട്ട് മാറും. അപ്പോൾ അത് ഒത്തിരി കുറഞ്ഞ റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇത് കമ്പൽസറി ആയിട്ട് മേടിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ബട്ട് ഇവരുടെ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ വയർ, ഗാൽവനൈസ്ഡ് വയറൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. 2004 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിങ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് 74% ഒക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ടർ ഹോൾഡിംഗ് വൈസും പിന്നെ സെക്ടർ വൈസ് ഗ്രോത്ത്, പിന്നെ ലാസ്റ്റ് 3 years ആയിട്ട് ഇവരുടെ സെയിൽസും പ്രോഫിറ്റും ഒക്കെ വർദ്ധിച്ചിട്ടുള്ളത്, ഡെപ്റ്റർ ഡേയ്സ് കുറഞ്ഞിട്ടുള്ളത്, ഈ ഒക്കെ കാരണങ്ങളാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണെന്ന് പറയാം. പക്ഷേ ആഫ്റ്റർ ഈ ഒരു ബോണസ് സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നല്ല ഡിമാൻഡ് ഈ ഒരു സെക്ടറിന് എങ്ങനെയുണ്ടോ അതനുസരിച്ചായിരിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് വരുന്നത്. അല്ലാതെ ഈ ഒരു സ്റ്റോക്ക് ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, സോ എന്നാൽ കമ്പൽസറി ആയിട്ട് നമ്മൾ വാങ്ങണം, ബോണസിന് വേണ്ടി വാങ്ങണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രം മേടിച്ചാലായിട്ട് മതിയാകും. കാരണം സ്റ്റോക്കിൻ്റെ PE കണ്ടോ, പ്രൈസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ബോണസ് കൂടെ കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല കുറയും. ഉള്ളി ദ സെക്ടറുടെ ഡിമാൻഡ് ബേസിസിൽ ഈ ഒരു സ്റ്റോക്കിൽ ഗ്രോത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. സ്റ്റീൽ സെക്ടർ ആയതുകൊണ്ട് ആ സെക്ടറിന് നല്ല ഡിമാൻഡുണ്ട്. സോ ആ ഒരു സെക്ടർ ബേസിസിൽ ഈ ഒരു സ്റ്റോക്കിൽ ഗ്രോത്ത് വരാനായിട്ട് സാധിക്കും. സോ ആ ഒരു
ഇവരുടെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഡിവിഡൻഡ് ഇവർ തരുന്നത് ഡിസംബർ 18-നാണ് ബോണസ് തരുന്നത്. സോ അതിന് മുന്നേ നിങ്ങൾ മേടിച്ചാലേ ആ ഒരു ബോണസ് എലിജിബിൾ ആകത്തുള്ളൂ. ഓക്കെ, ഇനി 200 റുപ്പീസിന് താഴെ ഏതൊക്കെ സ്റ്റോക്കിലാണ് നമുക്ക് 16% പ്രോഫിറ്റ് 4 വീക്സിനുള്ളിൽ തഴാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള പോകുന്ന കമ്പനി എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. ഓക്കെ, 200 റുപ്പീസിന് താഴെയുള്ള ഒരു കമ്പനി, പബ്ലിക് സെക്ടർ കമ്പനിയാണ്. 168 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 189 റുപ്പീസ് ആണുള്ള സാധ്യത കൂടുതലാണ്. 3 to 4 വീക്സ് ഹോൾഡിംഗ് പീരീഡ് വയ്ക്കുക. 12% ഗെയിന് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 157 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. സോ 200 റുപ്പീസിന് താഴെ നല്ലൊരു സ്റ്റോക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 12% ഗെയിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ടെക്നിക്കലായിട്ട് നോക്കിയാലും ഇതൊരു നല്ലൊരു ബുള്ളി സ്റ്റോക്കാണ്. ഹയർ ടോപ്പ്, ഹയർ പാറ്റേൺ, ഹയർ ബോട്ടം ഫോം ചെയ്തിട്ടുണ്ട്. പാറ്റേൺ വൈസ് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. സോ ഈ ഒരു പോസിറ്റീവ് സൈൻ, ബുള്ളിഷ് ക്യാൻഡിൽ ഒക്കെ ഉള്ളതുകൊണ്ട്, ബുള്ളിഷ് പാറ്റേൺ സൈൻ തരുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നല്ല നെക്സ്റ്റ് വീക്കിനുള്ളിൽ നമുക്ക് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 200 റുപ്പീസിന് താഴെ ഫോക്കസ് ചെയ്യേണ്ട ബെസ്റ്റ് സ്റ്റോക്കാണ് IRFC. 100 റുപ്പീസിനും താഴെയാണ് ഈ ഒരു സ്റ്റോക്ക്. സോ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 108 റുപ്പീസാണ്. 16% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. 87 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്കും നല്ലൊരു ബുള്ളിഷ് സൈൻ കാണിക്കുന്നുണ്ട്. നല്ലൊരു റിട്ടേൺസ് തരാനായിട്ട് സാധിക്കുന്നു. ഇനി റെയിൽവേ സെക്ടറൊക്കെ നല്ല ബെനിഫിറ്റഡ് ആകുന്നതുകൊണ്ട് റെയിൽവേയിൽ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഇടേണ്ട ഒരു സ്റ്റോക്കാണ്. അതായത് 3 ഇയേഴ്സിനുള്ളിൽ 300% ഗെയിനാണ് തന്നിരിക്കുന്നത്. അത് ഏത് സ്റ്റോക്കാണെന്ന് വെച്ചാൽ ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇവർക്ക് ഈ ഒരു പ്രൈസ് ഞാനിപ്പോൾ പറയാൻ കാരണം ഇവർക്കൊരു ഓർഡർ ലഭിച്ചിരിക്കുകയാണ് വേഗൻസിൽ നിന്ന് ഫ്രം ഇന്ത്യൻ റെയിൽവേസ്. ഓക്കെ, 485 ക്രോഡ്സിൻ്റെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. സോ ഇതൊരു സ്മോൾ ക്യാപ് മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. അപ്പർ സർക്യൂട്ട് 5% ആയി സെക്കൻഡ് ഡേയിൽ തന്നെ. ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ ഇത് നല്ലൊരു സ്റ്റോക്കാണ്. ഇവരുടെ പ്രൈസ് 175 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അല്ല, ഒരു സിംഗിൾ ഡേയിൽ തന്നെ 167 റുപ്പീസിൽ നിന്നും 175 ആയിട്ടുണ്ട്. ഇവരുടെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെയാണ് ഇവർ മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ഈ ഒരു ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രയ്ക്ക് 484 ക്രോഡ്സിൻ്റെ ഓർഡർ കിട്ടിയുന്നുണ്ട്. ബിഗ് ഡീലാണ്. സോ ഈ സ്റ്റോക്ക് നല്ല ഇനി ബൂസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അത് മാത്രമല്ല, മേക്ക് ഇൻ ഇന്ത്യയിൽ കോൺട്രാക്റ്റിൽ ഈ ഒരു സ്റ്റോക്കിൽ നല്ല ഹോപ്പ് ഉണ്ട്. സോ ഇനി വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് കുറച്ചുകൂടെ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടും സെക്ടറിനുള്ള ഡിമാൻഡ് ഇതെല്ലാം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. 30 ഇയേഴ്സായിട്ട് ഈ റെയിൽവേ സെക്ടറിൽ എക്സ്പേർട്ടായ ഒരു സ്റ്റോക്കാണ് ഇവർ. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ നല്ല ഗ്രോത്തിന് സാധ്യതയുണ്ട്. ലാസ്റ്റ് 3 ഇയേഴ്സിൽ 301% ഉയർന്നിട്ടുണ്ട്. 1 മന്തിൽ തന്നെ 52% റിട്ടേൺസ് തന്നിരിക്കുകയാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു പൊതുമേഖലാ കമ്പനിയാണ്. നെക്സ്റ്റ് ഒരു വിഭജനത്തിന് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ഓഹരികളാണ് ഉള്ളത്. 30% വരെ റിട്ടേൺസിന് സാധ്യതയുണ്ടെന്ന് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്.
1258 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1:2 ആണ് തന്നിരിക്കുന്ന ഒരു അനുപാതം. 1:2 ആണ് ഇവർ സ്പ്ലിറ്റ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വൺ ഇയർലി ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 104 ആൻഡ് 5 ഇയേഴ്സിൽ 229 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ദെൻ സ്പ്ലിറ്റും ഡിവിഡൻഡ് നോക്കിയാൽ 2022-23 2-3 ടൈംസ് ഒക്കെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. 2018 ലാസ്റ്റായിട്ട് ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് കറൻ്റ്ലി ഈ ഒരു സ്റ്റോക്ക് 1257 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1300, 1750 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 1130 നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെക്കാം. സോ നല്ല ഒരു ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് നെറ്റ് പ്രോഫിറ്റ്, സെയിൽസ് എല്ലാം തന്നെ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷിപ്പിംഗ് ബിസിനസ്സിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. ഫിനാൻഷ്യലി ഗ്രോയിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇതല്ലാതെ നെക്സ്റ്റ് വീക്കിൽ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് 955 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. മോട്ടിലോ ലോസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 1110 റുപ്പീസാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് 316 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. JM ഫിനാൻഷ്യൽസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. 325 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ടാറ്റ സ്റ്റീൽ 136 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. എഗെയിൻ JM ഫിനാൻഷ്യൽസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 150 റീച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ദെൻ PVR ഐനോക്സ് ആണ്. ഫെസ്റ്റിവൽ ടൈം അതുപോലെ ന്യൂ ഇയർ ഒക്കെ വരുന്നതുകൊണ്ട് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ടർ നല്ല ഡിമാൻഡായിരിക്കും. എസ്പെഷ്യലി PVR നല്ലൊരു മുന്നേറാൻ സാധ്യതയുണ്ട്. ICICI സെക്യൂരിറ്റീസ് ആണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടാർഗറ്റ് 2240. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ധർമാക്സ് ലിമിറ്റഡ് 2822 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3045 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. എഗെയിൻ ICICI സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പൂനാവാല ഫിൻകോർപ്പ് 440 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 535 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആക്സിസ് സെക്യൂരിറ്റീസ് ആണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓക്കെ 796 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 916 വരെ പോകാൻ സാധ്യതയുണ്ട്. ആക്സിസ് സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2523 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. ആനന്ദ് രതി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 3300 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, 124 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 149, 150 ആ ഒരു റേഞ്ച് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ആനന്ദ് രതി ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു സ്റ്റോക്ക് കൂടിയുണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം 384 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 443 വരെ പോകാൻ സാധ്യതയുണ്ട്. ആനന്ദ് രതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, ഇതിൽ SJVN മറക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ്. SJVN നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇതിൽ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് ന്യൂസും റെക്കമെൻഡേഷൻസും ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.